പിറമാടം പള്ളിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. എറണാകുളം മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പിറമാടം സെയിന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കവും കയ്യാങ്കളിയും ITV ന്യൂസ് നൽകിയത് നിങ്ങൾ കണ്ടതാണല്ലോ. നിലവിൽ പിറമാടം പള്ളി യാക്കോബായ സുറിയാനി സഭയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ പള്ളിയുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അനുകൂലമായി മൂവാറ്റുപുഴ സബ് കോടതിയുടെ വിധി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ധാരണകൾക്ക് വിപരീതമായി ഓർത്തഡോക്സ് വിഭാഗം വൈദികനും വിശ്വാസികളും കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിലെത്തി കാട്ടിക്കൂട്ടിയ അടിപിടിയും ബഹളങ്ങളുമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്നും ഈ പ്രശ്നത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളും ഈ ഇടവകാംഗമായ എൽദോ ITV ന്യൂസുമായി പങ്കുവെക്കുന്നത് കേട്ടാലും. ഹലോ, എൻ്റെ പേര് എൽദോ എന്നാണ്, എൽദോ ജോൺ. ഞാൻ പ്രമാടം പള്ളിയിലെ യാക്കോബായ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയാണ്. അന്ന് എന്താ സംഭവിച്ചത് ഇതാണ്, അതായത് ഇവർക്ക് അനുകൂലമായിട്ട് മുൻസിഫ് കോടതിയിൽ നിന്ന് ബാവ കക്ഷിക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടി, യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധി കിട്ടി. ആ വിധിയെ ചലഞ്ച് ചെയ്ത് പിന്നീടൊരു വിധി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മറുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നു എന്നതാണ് കാര്യം. അപ്പോൾ ആ വിധി പകർപ്പുമായിട്ട് ഇവർ DIGനെ സമീപിക്കുകയും DIGനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ DIG അത് SP അങ്ങനെ SPയെ വിവരം അറിയിച്ച് SPCAനെ വിവരം അറിയിച്ച് ഞങ്ങളെ രണ്ട് പക്ഷക്കാരെയും രാമമംഗലം സ്റ്റേഷനിലെ CIയുടെ SHOയുടെ മുന്നിൽ വിളിപ്പിക്കുകയും രണ്ടുപേരുടെയും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തതാണ് അതിന് മുമ്പത്തെ തിങ്കളാഴ്ച. അപ്പോൾ അത് കേട്ടതിന് ശേഷം CI ഒരു മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ യാക്കോബായ പക്ഷം വളരെ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, വിധി വന്നിട്ടുണ്ട്, നടത്തിപ്പ് വിധിയായിട്ട് നിങ്ങൾ പോരെ, കോടതി മുഖേന ആമീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വിധി നടത്തിപ്പിന് യാതൊരുവിധ തടസ്സവും യാക്കോബായ പക്ഷത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം CIയുടെ മുന്നിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അത് സമ്മതിച്ചിട്ടാണ് ഈ മെത്രാങ്കക്ഷി അച്ഛനായ എബിൻ എബ്രാഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോബി എന്ന് പറഞ്ഞ വ്യക്തിയും അവിടെ നിന്ന് പിരിയുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്തും പറഞ്ഞിരുന്നു അതിന് അതായത് ഈ വിവരം ഞാൻ എൻ്റെ സുപ്പീരിയേഴ്സിനെ അറിയിക്കുകയും അവര് അതിനുള്ള എന്ത് നടപടിയാണോ പറയുന്നത് അത് നിങ്ങളെ രണ്ടു കൂട്ടരെയും അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം, അതുവരെ നിങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് രണ്ടു കൂട്ടരുടെ അടുത്തും പറഞ്ഞു. നമ്മൾ അത് സമ്മതിച്ച് അവിടുന്ന് പോകുന്നതാണ്. എന്നിട്ടാണ് ഈ ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന നടക്കുന്ന 7:15 മണി സമയത്ത് ഏകദേശം 10ഓളം ആളുകളും ഈ അച്ഛനും കൂടി നമ്മുടെ പള്ളിക്കുള്ളിൽ ബലമായിട്ട് വന്ന് കയറുന്നത്. കയറുന്ന സമയത്ത് 2 ശുശ്രൂഷക്കാരും പള്ളിയിലെ ഒരു ക്ലർക്കും ഈ ഒരു നമ്മുടെ വികാരിയും ലാൽമോൻ തമ്പി പട്ടരുമടവും ഇത്രയും ആളുകളെ പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് വിശ്വാസികളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഇവര് പ്രഭാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന അച്ഛനെ ബലമായിട്ട് അച്ഛൻ്റെ തലയിൽ തൊപ്പി തട്ടിക്കളയുകയും വന്ന വഴി തന്നെ ഓർത്തഡോക്സ് വിഭാഗം വികാരി അതിൻ്റെ മധുവായിക്കുള്ളിലേക്ക് കയറുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം വരികയും ഇത് അറിഞ്ഞ് ആളുകളെല്ലാം വരികയും എല്ലാവരുമായിട്ടൊരു ചെറിയ ഒന്നും തള്ളുന്ന സംഘർഷവും കാര്യങ്ങളും ഉണ്ടായി. ഈ വികാരിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ വന്നു, ഓർത്തഡോക്സ് വികാരിയെ. അത് കഴിഞ്ഞതിന് ശേഷം യാക്കോബായ അച്ഛൻ ഇവിടെ കുർബാന അർപ്പിക്കുകയും അതിനുശേഷം DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ആളുകൾ വന്ന് സമാധാനപരമായിട്ട് പള്ളിയിലിരുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തിങ്കളാഴ്ച ഒരു കളക്ടറെ അടുത്ത് ഈ ഓർത്തഡോക്സ് വിഭാഗം ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നതാണ് അവർക്ക് കാണാനായിട്ട്. പക്ഷേ ഈ തലേ ദിവസം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ DYSP പറഞ്ഞു അത് നാളെ ആ ചർച്ച ചെയ്യുമ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് തീർക്കാം എന്ന് പറഞ്ഞ് ആണ് പോയത്. നിലവിൽ ഈ പ്രമാടം പള്ളി യാക്കോബായ സഭയുടെ കയ്യിൽ വന്നിട്ട് 2.5 വർഷത്തിന് മേലെയായി. അതിനു മുന്നും ഏകദേശം ഒരു 1.5 വർഷത്തോളമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു വിധി കിട്ടിയത്. അതിന് മുൻകാലങ്ങളിലെല്ലാം യാക്കോബായ വിഭാഗമാണ് ഈ പ്രമാടം പള്ളിയുടെ സ്ഥാപന കാലം മുതൽ ഇവിടെ ഭരണം നിർവഹിക്കുന്നതും. ഇവിടെ എത്ര ഇടവക്കാരുണ്ട് പ്രമാടം പള്ളിയില്? 350 ഇടവകയുടെ അടുത്തുണ്ട് നമ്മുടെ പ്രമാടം പള്ളിയിൽ. അതിൽ എത്ര യാക്കോബക്കാരുണ്ട്, എത്ര ഓർത്തഡോക്സുകാരുണ്ട്? ഇതിൽ വെറും 20ഓ 22ഓ കുടുംബക്കാർ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളത്. ബാക്കിയെല്ലാം യാക്കോബായ. ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തതും ഈ പള്ളി പണിയിച്ചതും അതുപോലെ ഈ 2006 ഈ പള്ളി പുതുക്കി പണിതതും എല്ലാം യാക്കോബായ വിശ്വാസത്തിലുള്ള ആളുകളാണ്. താങ്കൾ എന്നോട് സംസാരിക്കുമ്പോഴത്തേക്കും ഓർത്തഡോക്സുകാർ സമാധാനപരമായി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു, മാറിപ്പോയതാണോ പറഞ്ഞത്? സമാധാനപരമായി എന്ന് പറഞ്ഞാൽ അവർ പള്ളിയുടെ ഉള്ളിൽ നിന്ന്
കുർബാന കഴിഞ്ഞിട്ടും അവർക്ക് വിശ്വാസികൾക്ക് പള്ളിയിൽ വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതെല്ലാ ഞായറാഴ്ചകളിലും അവർ വരുന്നതാണ്. പക്ഷേ ഈ ഉത്തരവ് കാണിച്ച് ഈ അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോടതി മുഖേന നടത്തിപ്പ് വിധിയായിട്ടേ വരാവുള്ളൂ എന്ന് CIയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ലംഘിച്ചാണ് അച്ഛൻ കടന്നു വന്നത്. ഇതിന് മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പ്രമാട ഇടവകയിലുള്ള ഒരു ഓർത്തഡോക്സ് വിശ്വാസിയും ഇവിടെ വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുർബാന കൂടുന്നതിനോ യാതൊരു തടസ്സങ്ങളുമില്ല. അതിന് ഇതുവരെ ഒരു യാക്കോബായ പക്ഷത്തിൽ നിന്ന് ഒരാളുകളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പള്ളി അടച്ചിട്ടും അവരിറങ്ങി പോകാത്തതുകൊണ്ടാണ് പോലീസുകാർ വന്ന് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചത്. നിലവിൽ യാക്കോബായ പക്ഷത്തുള്ള 10 പേരുടെ പേരിലും ഓർത്തഡോക്സ് പക്ഷത്തുള്ള 12 പേരുടെ പേരിലും കേസുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളിട്ടാണ് കേസെടുത്തേക്കെന്ന് പറയുന്നു വൈദികരുടെ പേരിലൊക്കെ. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ഒരു ജാമ്യമില്ലാ വകുപ്പ് അതിൽ ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇനിയിപ്പം? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ 40 ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അതിന്റെ സംസ്കാര കർമ്മങ്ങളെല്ലാം യാക്കോബായ വിഭാഗത്തിലുള്ള അച്ഛനും നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടത്തിയതാണ്. ഇന്ന് ആ 40-ന് രാവിലെ കുർബാനയുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള ചടങ്ങുകളും സെമിത്തേരിയിലുള്ള ധൂപപ്രാർത്ഥനയും എല്ലാം യാക്കോബായ വിഭാഗത്തിലുള്ള അച്ഛന്മാർ കൂടിയാണ് നടത്തിയിരിക്കുന്നത്. അല്ല, ഇപ്പൊ പള്ളി കൈവിട്ട് കൊടുത്തോ? ഇപ്പൊ വിധിയുമായിട്ട് വരുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു വിധിയായിട്ട് വരുമ്പോൾ നടത്തിപ്പ് വിധിയായിട്ട് വന്നാൽ ഒരു വിധി വന്നാൽ സബ് കോടതിയിൽ വന്ന വിധിക്ക് അപ്പീൽ കൊടുക്കാൻ 90 ദിവസത്തെ കാലാവധിയുണ്ട് ഹൈക്കോടതിയിൽ. ആ കാലാവധിക്കുള്ളിൽ അതിന്റെ സർട്ടിഫൈഡ് കോപ്പി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നാളെ അതിന് അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സബ് കോടതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രീം തീരുന്ന ഇതല്ലല്ലോ. അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതി അപ്പീൽ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഒരു വിധി നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വിധി നടപ്പാക്കാൻ അങ്ങനെ കഴിയണമെങ്കിൽ ഇവർക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് അതിൽ കോടതിയിൽ നിന്ന് നടത്തിപ്പ് വിധി മേടിക്കണം. അത് കഴിഞ്ഞാലാണ് അത് നടത്താൻ പറ്റുകയുള്ളൂ, പള്ളി കൈമാറാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ പ്രൊസീജിയർ ഇപ്പോൾ. ഓക്കെ. അല്ലാതെ യാതൊരു കാരണവശാലും യാക്കോബായ ഭാഗം പള്ളി വിട്ടുകൊടുക്കൂല. കോടതിയിൽ നിന്ന് നടത്തിപ്പിന് ആള് വരുമ്പോൾ നമ്മൾ വിട്ടുകൊടുത്താൽ പോരെ. സഹോദര സഭയുടെ പള്ളി പിടിച്ചു പറിക്കുവാൻ പോകുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിലെ സഭാധ്യക്ഷനും സഭാസ്ഥാനികളും മനസ്സിലാക്കേണ്ടത് ഈ സഭാക്കേസിന്റെ മറവിൽ കോടികൾ നിങ്ങൾക്ക് വെട്ടുവാനുള്ള അവസരം നൽകുന്നുണ്ടാവും. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ സഭയുടെ മാനം എവിടെ പോകും എന്ന് നിങ്ങൾ ആലോചിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസ സമൂഹം തന്നെ നിങ്ങൾക്കെതിരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരുമിക്കാൻ സാധ്യമല്ലെങ്കിൽ ഇരു സഭകളും പരസ്പര ധാരണയോടെ ബഹുമാനത്തോടെ സ്റ്റാറ്റസ് കോ പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോയാൽ രണ്ടു കൂട്ടർക്കും കൊള്ളാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.